ഗർഭിണിയായ ശേഷം ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് പോവേണ്ടി വരുന്ന മറ്റൊരു സർക്കാർ സ്ഥാപനമാണ് ഈ അംഗൻവാടികൾ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അംഗൻവാടി. ഇന്നലെ അംഗൻവാടി ടീച്ചർ വിളിച്ചിട്ട് രാവിലെ വരണം, പോഷകാഹാര വിതരണമുണ്ട്, ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് നേരിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി മാതൃവന്ദി യോജന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗർഭിണിയായ ശേഷം ഈ അംഗൻവാടിയിൽ ഞാൻ ആദ്യം വരുന്നത്. സത്യത്തിൽ ഗവൺമെൻറ് ഗർഭിണികൾ, കുട്ടികൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അംഗൻവാടികൾ മുഖേനയും ഹെൽത്ത് സെൻ്ററുകൾ മുഖേനയും പല പദ്ധതികൾ, പല പേരുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ ചിലതൊക്കെ മാത്രമേ പ്രോപ്പറായി നടക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള നേരിട്ടുള്ള മനസ്സിലാക്കൽ കൂടി ഈ സമയത്ത് നടന്നിട്ടുണ്ട്. ICDS പദ്ധതി വന്നിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണം കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ കിട്ടുന്ന സാധനങ്ങളുടെ ഗുണമേന്മക്കുറവ് കൊണ്ടാണോ അതോ മുൻപുണ്ടായിരുന്ന പല സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ടാണോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒന്നുകിൽ ആളുകൾ ഇത് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ വാങ്ങി വീട്ടിലെ കോഴിക്കോ മറ്റോ കൊടുക്കുകയാണ്. എനിക്ക് ഈ 9 മാസത്തിൽ 4-5 തവണയാവും റേഷൻ കിട്ടിയിരിക്കുന്നത്. റേഷൻ ആട്ടോ ഇതിനെ പറയുക. ഗോതമ്പും ചെറുപയറും ആയിരുന്നു എൻ്റെ റേഷൻ. മുൻപ് ഈ റേഷനിൽ വെളിച്ചെണ്ണ, ശർക്കര ഇതൊക്കെ ഉണ്ടായിരുന്നുവെന്ന് 2-3 വർഷം മുന്നേ കിട്ടിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യൂ കേട്ടോ. ബൈ.